യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം തിരുവചനം. മൂന്നാഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. ദാനിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവാനുഗ്രഹം നേടി അവൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച്, ഒരു ദർശനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് 3 ആഴ്ചക്കാലം വിലാപമാചരിക്കുക അല്ലെങ്കിൽ ഉപവസിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്നും ഒരനുഗ്രഹം നേടിയെടുക്കാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്ന ഒരു രീതി. തനിക്കുള്ള എല്ലാ സന്തോഷകരമായ നിമിഷങ്ങളും എല്ലാ ഭക്ഷണ മേഖലകളും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് എളിയ ജീവിതം നയിച്ചുകൊണ്ട് ആർഭാടത പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി തന്നെ വിട്ടുകൊടുക്കുന്ന ദാനിയേൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വളർച്ച നേടുവാൻ സാധിക്കൂ, അനുഗ്രഹങ്ങൾ നേടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ദൈവം തന്നിരിക്കുന്ന എല്ലാ ആർഭാടങ്ങളും നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണെങ്കിൽ പോലും ചില സമയത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിനാണ് തന്നെത്താൻ താഴ്ത്തുവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും എന്ന് ദാനിയേൽ കാണിക്കുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ എന്തും നമുക്ക് നേടുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയുള്ളതാക്കി മാറ്റാൻ ദൈവത്തോടൊപ്പം ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടുവാൻ നമുക്ക് പ്രയത്നിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. കുടുംബത്തിൽ സമാധാനം നിറയട്ടെ. പഠിക്കാൻ പോകുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ. ലോകസമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവരെല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവും ജീവനുള്ള കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.